ഹൈ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവുമുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. അടുത്ത ആഴ്ചയിലെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുമ്പുള്ള ആഴ്ചയിലും എല്ലാം തന്നെ ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ യഥാസമയത്ത് എല്ലാ ഞായറാഴ്ചയും നമ്മൾ കവർ ചെയ്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ന്യൂസ് കാണുന്ന എല്ലാ ആളുകൾക്കും ഗ്ലോബൽ ഈവൻറ്റ് എന്നാണ്, അതിൻ്റെ പ്രസക്തി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ ഈവൻറ്റിൻ്റെയും പ്രത്യേകതയും അത് ഏതാണ് വരുന്നതെന്ന് നമ്മൾ മുന്നേ നമ്മൾ പറയുന്നുണ്ട്. പല ഈവൻറ്റും അലാമിംഗ് ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ട്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചിന്തകളും അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ആ ഗ്ലോബൽ ഈവൻറ്റ് സഹായിക്കും. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം സെൻസെക്സ് 1300 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തുകയും നിഫ്റ്റി 375 പോയിൻറ്റിൻ്റെ റാലിയും രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച മുമ്പുള്ള ആഴ്ചയിൽ FIസിൻ്റെ ഭാഗത്തു നിന്ന് 15,000 കോടി രൂപയുടെ നെറ്റ് ഇൻഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വന്നിരുന്നു. US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നപ്പോൾ അത് ഒട്ടുമിക്ക ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിലും ഇമ്പാക്റ്റ് ചെയ്തു. പക്ഷേ RBI ഇനി ഫർദറായിട്ട് നമുക്കും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടായേക്കാം, കൂടുതൽ ഫണ്ട് ഇങ്ങോട്ട് വന്നേക്കാം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇന്ത്യൻ മാർക്കറ്റ് അതിശക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. 26,000 ഓൾമോസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഓപ്പണായി. അതിനുശേഷം സ്ലൈറ്റ്ലി ബെയറിഷ് ആയിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. 25,300 ലോ ടെസ്റ്റ് ചെയ്തു. എന്നാൽ അതിശക്തമായിട്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നിഫ്റ്റി റാലി രേഖപ്പെടുത്തി 25,820 മാർക്കറ്റ് പോയപ്പോൾ തിങ്കളാഴ്ചയിലെ ഓപ്പണിങ്ങിൽ നിന്ന് 400 പോയിൻ്റാണ് നിഫ്റ്റി കയറിയിട്ടുള്ളത്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ FIs DIസിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 16-ാം തീയതി തിങ്കളാഴ്ച, 17-ാം തീയതി ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങളിൽ കനത്ത ബൈയിങ്ങും വെള്ളിയാഴ്ച ദിവസങ്ങൾ അവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. നമ്മളെപ്പോലെ തന്നെ FIസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച സെല്ലിംഗ് ആയിരുന്നു, ചൊവ്വാഴ്ച ബൈ ചെയ്തു, ബുധനാഴ്ച ബൈ ചെയ്തു, വ്യാഴാഴ്ച സെല്ലിംഗ് ആയിരുന്നു, വെള്ളിയാഴ്ച കനത്ത ബൈയിങ്. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷേ നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്ലോ എന്ന് പറയുന്ന ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ തവണയും ശക്തമായിട്ട് ഏകദേശം 15,000 മുതൽ 20,000 കോടി രൂപ വന്നിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് ഇടിഞ്ഞു, ഡോ പോസിറ്റീവാണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റായ രീതിയിൽ US മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ അതിന് മുകളിലുള്ള FTSE CSE 40 ഡാക്സ് എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റാണ്. നെഗറ്റീവായ അവസ്ഥയിലാണ് യൂറോപ്യൻ മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ICICI ബാങ്കും HDFCയും ഇവിടെ ഉണ്ടാക്കിയ റാലി അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. റിലയൻസും GDRൽ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആഴ്ചയിലുള്ള ഗ്ലോബൽ ഈവൻറ്റുകൾ നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെ ഈവൻ്റാണ് എന്ന് ഈ ഒരാഴ്ച എന്ന് നമുക്ക് നോക്കാം. ഈ ഒരാഴ്ച പൊതുവേ അത്ര ഭീകരമായിട്ടുള്ള ഈവൻ്റ് ഇല്ല. US നിന്ന് മാനുഫാക്ചറിങ് PMI ഡേറ്റ വരുന്നുണ്ട്. 7:15 PM ഇന്ത്യൻ സമയം സെപ്റ്റംബർ 23-ാം തീയതി. കൂടാതെ തന്നെ ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചറിങ് PMI 10:30 AM വരുന്നുണ്ട്. USൽ നിന്ന് എല്ലാ ദിവസവും ഈവൻ്റ് ഉണ്ട്. സെപ്റ്റംബർ 24-ാം തീയതി കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ 7:30 PM. സെപ്റ്റംബർ 25-ാം തീയതി ക്രൂഡ് ഓയിലും ഹോം സെയിൽസ് ഡേറ്റ വരുന്നുണ്ട് 8 PM ഇന്ത്യൻ സമയമാണ്. എന്നാൽ GDP ഡേറ്റയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ. USൽ നിന്ന് 6 PM സെപ്റ്റംബർ 26-ാം തീയതി. ഫെഡിൻ്റെ ബാലൻസ് ഷീറ്റ് 2 AM സെപ്റ്റംബർ 27-ാം തീയതി ഉണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ നിന്ന് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഈവൻ്റ് ഉണ്ട്. അതിൽ GDP ഡേറ്റയും കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയും പ്രത്യേകതകളുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഡേറ്റ തന്നെയാണ്. അപ്പോൾ ആ ഡേറ്റ വരുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി തന്നെ ലഭ്യമാണ്. എങ്കിലും ആ ഡേറ്റ വരുന്നതിൻ്റെ സമയമൊക്കെ അനുസരിച്ച് ട്രേഡ് തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് കുറച്ച് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കാം. ആദ്യം നമുക്ക് ബാങ്ക് എക്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. BSEയിലുള്ള ബാങ്കിങ് കമ്പനികളുടെ ഇൻഡെക്സ് ആണല്ലോ ബാങ്ക് എക്സ്. സ്പോട്ട് ഉള്ളത് 60,955 മേജർ സപ്പോർട്ട് സോൺ 60,000 നിൽക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് സോൺ ഉള്ളതെന്ന് പറയുന്നത് 61,500-ഉം 62,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നത്. PCR കാണാം ടോപ്പിൽ. PCR ആക്ച്വലി 1.3 ഒക്കെയാണ്. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സ്പോട്ട് ഉള്ളത് 25,790 സ്പോട്ട് എന്ന് പറയുന്നത് എവിടെയാണോ നിഫ്റ്റി നിൽക്കുന്നത് അതിനാണ് നിഫ്റ്റിയുടെ നമ്മൾ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. മേജർ സപ്പോർട്ട് സോണായിട്ട് 25,000 നിലകൊള്ളുന്നുണ്ട്. 25,000 ആ ഒരു റേഞ്ചിൽ വലിയ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണാം. അത് 25,000 മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് സോണായിട്ട് 26,000 സ്ലൈറ്റ്ലി ഒരു റെസിസ്റ്റൻസ് സോണായിട്ടാണ് ഉള്ളത്. കാരണം 1.49 ആണ് നിഫ്റ്റിനെ അങ്ങനെ ഷോർട്ട് ചെയ്യാനായിട്ടൊക്കെ ആളുകൾ
പേടിക്കുന്നുണ്ട്. 1.49 എന്ന് പറയുന്നത് അൾട്രാ ബുള്ളിഷായ രീതിയിലാണ് ഉള്ളത്. അൾട്രാ ബുള്ളിഷ് ആവുന്നതും അൾട്രാ ബിയറിഷ് ആവുന്നതും മാർക്കറ്റിൽ ഒരു ഡയറക്ഷനിലേക്ക് വലിയ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു PCR എല്ലാം തന്നെ 0.6 ആയ സമയത്ത് മാർക്കറ്റ് സ്പൈക്ക് ചെയ്തതും ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് അവസ്ഥയാണ്. അതായത് ആളുകൾ അന്ധമായിട്ട് നിഫ്റ്റി മുകളിലേക്ക് ഇനി ഫർദറായിട്ട് പോകുമെന്നുള്ള രീതിയിലാണ് നിൽപ്പ്. എനിവേ, ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം അദാനി ടോട്ടൽ ഗ്യാസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. $375 മില്യൺ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഇവർക്കുണ്ട്. ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം തന്നെ വിപുലീകരിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. അലീഡ് ബ്ലെൻഡേഴ്സ് കമ്പനി ഡബിൾ ഡിജിറ്റ് റവന്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ONGC കമ്പനിയും ഇവർ അസർബൈജാനിലുള്ള ഒരു ഓയിൽ കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് ടൈപ്പ് ചെയ്തു. ജുപ്പിറ്റർ വാഗൺ കമ്പനി 4000 കോടി രൂപയാണ് റവന്യൂ ഇവർ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. മാൻകൈൻഡ് ഫാർമ കമ്പനി 10,000 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ കമ്പനി 25,000 കോടി രൂപയുടെ ഒരു വലിയ ഇന്ത്യയിലെ ലാർജസ്റ്റ് ബ്ലാൻഡ് ഫർണസ് ഇവർ ഓപ്പൺ ചെയ്തു. വണ്ടർല കമ്പനി ഭുവനേശ്വറിൽ ഇവരുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലെമൻട്രി ഹോട്ടൽ 40 പുതിയ ഹോട്ടൽ റൂമുകൾ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ RBIയുടെ 25 ബേസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൂടാതെ തന്നെ PM മോഡി ന്യൂയോർക്കിൽ അദ്ദേഹം വിസിറ്റ് നടത്തി. ന്യൂയോർക്കിലെ വിസിറ്റിൽ ഗൂഗിൾ, IBM, NVIDIA അതല്ലെങ്കിൽ മറ്റുള്ള വലിയ ടോപ്പായിട്ടുള്ള IT കമ്പനീസിൻ്റെ CEOs ഒക്കെ ആയിട്ട് അദ്ദേഹം ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ള ഒരു പുതിയതായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പും എലൻ മസ്കായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയ സമയത്ത് ഇന്ത്യയിലേക്ക് ടെസ്ലയൊക്കെ വരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഗൗരവമായുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും IT കമ്പനീസ് ഫോക്കസിൽ വരും. പൊതുവേ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അതിശക്തമായിട്ട് മുകളിലേക്ക് പോയി. PCR എല്ലാം തന്നെ 1.5 ആണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകളെല്ലാം തന്നെ വലിയ തോതിൽ ബുള്ളിഷായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതും അത്ര നല്ലതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഏകദേശം ഒരു മണിയോട് അനുബന്ധിച്ച് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് ഇടിഞ്ഞത് കണ്ടു. അതായത് ആളുകൾ വലിയ വലിയ തോതിൽ ബൈ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങനെയുള്ളൊരു റിയാക്ഷൻ കാണുക. അതുകൊണ്ടാണ് നിഫ്റ്റി ഉയർന്നിട്ട് പോലും വിക്സ് ഉയർന്നത്. അതായത് മാർക്കറ്റ് അൺയൂഷ്വൽ ആയിട്ടുള്ള റാലി നടത്തുമ്പോൾ പോലും വിക്സ് ഉയരും. വിക്സ് ഉയരുമ്പോഴുള്ള പ്രശ്നം ഓപ്ഷൻ റൈറ്റേഴ്സിന് പുട്ട് ഷോർട്ട് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനും പറ്റില്ല. കോൾ ഷോർട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ ക്യാപിറ്റൽ വാനിഷ് ആവുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോയിട്ടുള്ളത്. ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ, എസ്പെഷ്യലി ഓപ്ഷനൊക്കെ റൈറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബയേഴ്സിനൊക്കെ പറ്റി നല്ലൊരു മാർക്കറ്റാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും പെട്ടെന്നുള്ള ഒരു ഫണ്ട് ഇഞ്ചക്ഷൻ കണ്ട് മാർക്കറ്റ് താഴേക്ക് പെട്ടെന്ന് ഒരു സിംഗിൾ ഡേ ക്യാൻഡിൽ 100ഉം 120 പോയിൻറ്റിൻ്റെ എല്ലാം തന്നെ മൂവ്മെൻറ്റ് നടത്താൻ പാകത്തിനുള്ള ക്യാൻഡിലെല്ലാം തന്നെ ഫോം ആയേക്കാം. ആ ഒരു രീതിയിലാണ് മാർക്കറ്റിൻ്റെ നിൽപ്പ് ഇപ്പോൾ. അപ്പോൾ എനിവേ നാളെ രാവിലെ വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.